Hello SSLC students, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്തതും ഒരിക്കലും ചെയ്യാൻ പോകാത്ത ഒരു കാര്യമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലെറ്റർ റൈറ്റിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്? ഇത് നിങ്ങൾ ഒരിക്കലും ലൈഫിൽ ചെയ്യൂല, ഉപയോഗിക്കാൻ പോകുന്നില്ലാത്ത കാര്യമാണെന്ന് അറിയും. പക്ഷേ നിങ്ങൾക്ക് 6 മാർക്ക് എക്സാമിന് കിട്ടും. എല്ലാ വർഷവും 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ലെറ്റർ എഴുതാൻ. ഇനി എനിക്കൊരു ക്യൂരിയസ് ആയിട്ടൊരു കാര്യം നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശരിക്കും ഒരു ലെറ്റർ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? ലവ് ലെറ്റർ കൂട്ടും, ലവ് ലെറ്ററും കൂട്ടും, പക്ഷെ ഞാൻ പറഞ്ഞ ഫോർമാറ്റിലാണെങ്കിൽ. അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസിനെ പറ്റി എഴുതുക. അത് ആർക്കാണ് എഴുതിയെന്ന് എനിക്കറിയണം. ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ ദൂരെയുള്ള ഏതെങ്കിലും ഫ്രണ്ടിനായിരിക്കും. അങ്ങനെ എഴുതിയവരൊക്കെ വാട്സാപ്പ് അല്ലെങ്കിൽ ഇമെയിലിനുള്ള പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ പറ്റിയും പറയാം. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ലെറ്റർ റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ വന്ന 6 മാർക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ചെയ്യാം മക്കളെ. പിന്നെ എന്ത് ടൈപ്പ് ഇംഗ്ലീഷിന്റെ വീഡിയോ, എല്ലാ സബ്ജക്ട്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ നോട്ട്സ് ഈ വാട്സാപ്പിൽ കൂടെ എല്ലാ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും 7:30 ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എന്ത് ടൈപ്പ് ലെറ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്, നമ്മൾ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്ക് അയക്കുന്ന ലെറ്റർ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഫോർമൽ ലെറ്റർ ഉണ്ട്, നമ്മൾ എഡിറ്റേഴ്സിനും പ്രിൻസിപ്പളിനും വലിയ ആൾക്കാർക്ക് അയക്കുന്ന ലെറ്റർ ഉണ്ട്. രണ്ട് ഞാൻ പഠിപ്പിച്ചു തരും. ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാം 2023 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Ali loses his sister's shoe at the vegetable shop. Okay, and it causes an array of problems in his life. He writes a letter to his friend describing the problems. Prepare a likely letter. അപ്പൊ നമ്മൾ എന്താ നിങ്ങൾ അലി ആയിട്ട് നിങ്ങളുടെ അലിന്റെ ഒരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ്. ഈ ടൈപ്പ് ലെറ്ററിന് എന്താണ് പറയാ മക്കളെ? ഈ ടൈപ്പ് നമ്മൾ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററിനെ പറയും ഇൻഫോർമൽ. ഫോർമൽ അല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട് തമ്മിൽ ഫോർമാലിറ്റി ഉണ്ടോ? ഒരു ഫോർമാലിറ്റി ഇല്ല. ഫ്രണ്ട്സ് അല്ലെ, എന്ത് ഫോർമാലിറ്റി അല്ലെ? നിങ്ങളുടെ പേരൻസ് തമ്മിൽ ഫോർമാലിറ്റി ഉണ്ടോ? ഇല്ല, കാഷ്വൽ അല്ലെ. അപ്പൊ പക്ഷെ നിങ്ങൾ പ്രിൻസിപ്പൽ എഴുതുമ്പോൾ എടാ സുഹൃത്തെ അല്ലെ, എടാ സൂപ്പറാണോ, അടിപൊളിയാണോ, ലൈഫൊക്കെ ചില്ലല്ലേ, അങ്ങനെ സംസാരിക്കുക. അത് അവിടെ ഫോർമാലിറ്റി ഉണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ എഡിറ്ററിനോട് ചോദിക്കുമ്പോൾ ചേട്ടാ സുഖാണോ, ബസ്സിലൊക്കെ നല്ല കാറ്റ് കിട്ടിയോ, അങ്ങനെ ചോദിക്കില്ല അല്ലെ. അപ്പം അത് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ ഫ്രണ്ടിന് എഴുതുമ്പോൾ നമുക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാർ ഇൻഫോർമൽ ലെറ്റർ, ആൻഡ് നമുക്ക് നേരിട്ട് അറിയാത്തവർ അല്ലെങ്കിൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വെറും ഫോർമൽ ലെറ്റർ. ഓക്കെ, സോ ഫോർമാലിറ്റി ഉള്ളിടത്ത് ഫോർമൽ, ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എഴുതുന്ന ലെറ്റർ. ഓക്കെ, അപ്പൊ എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം ഫോർമാറ്റ്. കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാ PYQs ഞാൻ ഇവിടെ ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നോട്ട്സ് കിട്ടും. ഓക്കെ, സോ ലെറ്റ് us begin. ആദ്യം തന്നെ ഇൻഫോർമൽ ലെറ്റർ. ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഫോർമാലിറ്റി ഇല്ല. നമ്മുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും റിലേറ്റീവ്സിന് അയക്കുന്ന ലെറ്റർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയും നിങ്ങൾ ആർക്കാണ് ലെറ്റർ അയക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പേര് അശ്വതി എന്നാണ്, അശ്വതി അല്ലേ അയക്കുന്നത്. നിങ്ങളുടെ പേര് അപ്പു ആണെങ്കിൽ അപ്പു അല്ലേ അയക്കുന്നത്. നിങ്ങൾ ആ ക്യാരക്ടർ ആവണം. ദ ബോയ് ഇൻ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുമ്പോൾ ഹോമിയോപാത്ത് ആയിട്ട് എഴുതണം, അല്ലെ വാങ്ക ആയിട്ട് എഴുതണം. നിങ്ങൾ വാങ്കയ്ക്ക് വേണ്ടി നിങ്ങൾ ആവണം, അങ്ങനെ എഴുതണം. നമുക്ക് നിങ്ങൾ ഫസ്റ്റ് പേഴ്സണിൽ എഴുതണം. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ഫോർമാറ്റ് ആണ് ഇൻഫോർമൽ ലെറ്ററിൽ. ആദ്യം തന്നെ ഫ്രം അഡ്രസ്, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് എഴുതുന്നത് അഡ്രസ്, അത് 2 or 3 ലൈൻ മതി. ഓക്കെ, അവിടെ നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ പിൻകോഡ്, നിങ്ങളുടെ സ്റ്റേറ്റ് എഴുതണം ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരും എഴുതണ്ട, പിന്നെ ഫ്രം എന്ന് എഴുതുന്ന പരിപാടിയും വേണ്ട. അതൊക്കെ പണ്ട് കാലത്ത്. ഓക്കെ, ഒരു കോമയൊന്നും വേണ്ട. 2-3 ലൈനിൽ അഡ്രസ് എഴുതാം. പിന്നെ ഒരു ലൈൻ ലീവ് ചെയ്യണം, ഒരു ലൈൻ വിടണം. അതിനാണ് ഞാൻ അവിടെ സ്ഥലം ഇട്ടത്. ലൈൻ ലീവ് ചെയ്യണം. എന്നിട്ട് ഡേറ്റ് എഴുതാം. ഡേറ്റ് നിങ്ങൾ കുറെ 10th October of the year 2022 എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഡേ, ഓക്കെ, നമ്പർ എഴുതാം, മാസം എഴുതാം, വർഷം എഴുതാം. ഇത്രയും മതി, സിമ്പിൾ. ഓക്കെ, ഫ്രം കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആർക്കാണ് എഴുതുന്നത് അവരുടെ പേരും കൂടി എഴുതും. ഓക്കെ, ഡിയർ അപ്പ അല്ലെ ഡിയർ അമ്മ, ഡിയർ അപ്പുക്കുട്ടി, ഡിയർ അമ്മുക്കുട്ടി, ആരാന്ന് വെച്ച് എഴുതാം. ഡിയർ വെച്ച് തുടങ്ങിക്കോ, സർ മാഡം എന്നൊന്നും വേണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കോമ വേണോ? വേണ്ട, അതൊക്കെ പണ്ടത്തെ സ്റ്റൈൽ. അപ്പൊ അതിനെ സല്യൂട്ടേഷൻ എന്ന് വിളിക്കും. നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി മെയിൻ ബോഡിയിൽ നമ്മൾ 3 തരമായിട്ട് എഴുതണം. ഓക്കെ, 3 സ്റ്റെപ്പുകളായിട്ട് എഴുതണം. ഞാൻ ആദ്യം പറയാം. ആദ്യം നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ വിളിക്കുമ്പോൾ എടാ സുഖമാണോടാ, സുഖമല്ലേ, എല്ലാവർക്കും എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, നമ്മൾ അവരെ അന്വേഷണം പറഞ്ഞാൽ എന്താണ് ഗ്രീറ്റ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ എന്താണ് അവരെ പറ്റിയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം, ഗ്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവരെ ഗ്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് സ്റ്റെപ്പ് നമ്പർ 1. നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ വേറെ കളർ എടുത്തു തരാം. അവരെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻഫോർമൽ എഴുതുമ്പോൾ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യണം. ഫസ്റ്റ് എടാ ഹൗ ആർ യു, ഹൗ ഹാവ് യു ബീൻ ഡൂയിങ്, ഐ മിസ് യു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ് വേണ്ടത്? രണ്ടാമത്തെ കാര്യം ക്വസ്റ്റ്യനിൽ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹോമിയോപാത്ത് ആണെങ്കിൽ സ്നേക്ക് വന്ന കഥ പറയാം, അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ ആണെങ്കിൽ ബോയ്
ആ ഫൈറ്റിനെ പറ്റിയിട്ട്. വാങ്ങിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുള്ള മെയിൻ കണ്ടന്റ്, മെയിൻ സ്റ്റോറി, മെയിൻ സ്റ്റോറി അല്ലെ കണ്ടന്റ് നിങ്ങൾ ഇവിടെ എഴുതണം. അത് നിങ്ങളോട് ക്വസ്റ്റനിൽ പറയും. മൂന്നാമത് എൻഡിങ്ങിൽ എന്താണ്, നിങ്ങൾ അന്വേഷണം പറയണം. അതിപ്പോ നിങ്ങൾ വേണമെങ്കിൽ എന്താ ഇവിടെ കൺക്ലൂഷനിൽ വേറെ പാരഗ്രാഫ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാം. എന്താണ്, അവരുടെ റിപ്ലൈ വരണം. ഓക്കെ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, എൻഡിങ്. പിന്നെന്താണ്, നമ്മളെന്താണ് അവരുടെ ഫാമിലിനെയോ അല്ല നമ്മുടെ ഫ്രണ്ട്സിനെയോ ബാക്കി ആൾക്കാരെ അന്വേഷണം പറയണം. ഓക്കെ, അപ്പൊ അവരെ പറ്റിയിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ ചോദിക്കാം. എങ്ങനെയുണ്ട്, അച്ഛനും അമ്മയും സുഖാണോ, വീട്ടിലെ പട്ടിക്കുട്ടി ഓടാൻ തുടങ്ങിയോ, സംസാരിക്കാൻ തുടങ്ങിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ യോസ് ട്രൂലി എന്നുള്ളത് ഉപയോഗിക്കാം. ഇവിടെ കോമൺ നിർബന്ധമൊന്നുമില്ല. യോസ് ട്രൂലി ഉപയോഗിക്കാം, യോർസ് ഫെയ്ത്ത്ഫുള്ളി ഉപയോഗിക്കാം, യോർസ് ലവിംഗ്ലി ഉപയോഗിക്കാം. എന്ത് വേണം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇഷ്ടമാണ് നിങ്ങളുടെ പേര് എഴുതുക, വേറെ ഒന്നും വേണ്ട. അതോടെ നിങ്ങൾക്ക് ഇൻഫോർമൽ ലെറ്റർ സെറ്റ് ആയി. ഓക്കെ, ഇതിനേക്കാളും കൂടുതലൊന്നും വേണ്ട. അവരുടെ അഡ്രസ്സ് വേണ്ട, ഫ്രം എന്നുള്ള വാക്ക് വേണ്ട, അതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾക്ക് കൂടുതൽ എല്ലാ വർഷം ചോദിച്ചിരിക്കുന്നത് ഫോർ ഇൻഫോർമൽ ലെറ്റർ, ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്റർ. ഓക്കെ, ഇമാജിൻ ദാറ്റ് ദ ഡോക്ടർ, ഏത് ഡോക്ടർ, സ്നേക്ക് ഇൻ ദ മിറർ എന്നുള്ള ഡോക്ടർ is writing a letter to his friend explaining his life in the rented room. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോമിയോപാത്ത് എവിടെ നിൽക്കുന്നത്, റെന്റഡ് റൂമിൽ നിൽക്കുക. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എഴുതുന്നത്, അതാണ് മെയിൻ ബോഡി. ഓക്കെ, ഹൗ വുഡ് ദ ലെറ്റർ ബി, നമ്മൾ ഫ്രണ്ടിന് എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴും ഞാനൊരു സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഒരു പെട്ടി എഴുതി വരയ്ക്കുക. ഓക്കെ, ഒരു പെട്ടി വരച്ച നല്ല രസം ഉണ്ടാവില്ലേ. ഞാനൊരു സീക്രട്ട് പറഞ്ഞത്, അലൻ സാർ പെട്ടി വരയ്ക്കുമ്പോൾ അയ്യോ അത് സൈസ് കുറച്ചുകൂടി കൂട്ടണമല്ലോ. ഓക്കെ, നിങ്ങൾ പെട്ടി അവസാനം വരച്ചാൽ മതി, ഇതിങ്ങനെ കൂട്ട സൈസ്. ഓക്കെ, കൂട്ടി ഒരു പെട്ടി വരച്ചു. ഞാൻ എപ്പോഴും ഒരു പരിപാടി ചെയ്യായിരുന്നു, ഇതിൽ ചെയ്യാൻ പറ്റൂല, പക്ഷെ എന്താണ് ശരിക്കും ഇതിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ലൈൻ വരയ്ക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മടക്കി വെക്കും. അത് സ്റ്റൈലല്ലേ, സ്റ്റൈൽ സംഭവം അല്ലേ. അപ്പൊ എന്താണ്, ഫോൾഡ് ചെയ്ത പോലെ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഒരു അടിപൊളി ലെറ്റർ, എന്താ ബ്യൂട്ടി അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതിലൊന്നും സമയം കളയരുത്. ഇതൊക്കെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഇനി സമയം ഉണ്ടെങ്കിൽ ഫോൾഡൊക്കെ അങ്ങനെ ഇടും, അടിപൊളി ബ്യൂട്ടിഫുൾ. ഓക്കെ, അങ്ങനെ വേണം ഇടും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യം ചെയ്യുന്നത്. നമുക്ക് ഫ്രം ഡേറ്റ് സല്യൂട്ടേഷൻ തുടങ്ങാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം, 6 മാർക്കിന്റെ സംഭവം അല്ലേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഫ്രം, ഇതെന്താണ് ഫ്രം അഡ്രസ്, നിങ്ങളുടെ സെന്റേഴ്സ് അഡ്രസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ലൈൻ ലീവ് ചെയ്യുന്നു, ഡേറ്റ് എഴുതുന്നു, വളരെ സിമ്പിൾ ആയിട്ട് ഡേറ്റ് എഴുതുന്നു. പിന്നെ സല്യൂട്ടേഷൻ അല്ലേ, സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഡിയർ രാജു, നിങ്ങളൊരു ഫ്രണ്ടിന്റെ പേരുണ്ടായിക്കോ. ഓക്കെ, ആദ്യം തന്നെ നോക്കിയേ, ഹൗ ആർ യു ഡൂയിങ്, നമ്മൾ അവരെ പറ്റി അന്വേഷിക്കണം, അവർ സുഖമാണോ, എല്ലാം ഓക്കെ ആണോ. ഹൗ ഇസ് യുവർ ജോബ്, ഹോപ്പ് യുവർ പേരൻസ് ആർ ഇൻ ഗുഡ് ഹെൽത്ത്. അപ്പൊ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താണ് സോപ്പ് ഇടുന്നത് അവരെ. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമ്പോൾ ആദ്യം തന്നെ അവരെ അന്വേഷിക്കില്ല, അതാണ് സംഭവം. ഓക്കെ, നമ്മൾ എന്താണ് ഗ്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗ്രീറ്റ് ആൻഡ് ആസ്ക്, ഗ്രീറ്റ്. ഓക്കെ, നമ്മൾ ഗ്രീറ്റ് ചെയ്താൽ ഞാൻ ഇവിടെ എഴുതുക. ഓക്കെ, ഇതൊക്കെ നല്ല ടിപ്സ് ആണ്, ഇതിന് ലൈൻസ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും കാണാറുണ്ട്. ഓക്കെ, ഇനി ഹിയർ എവറിത്തിങ് അറ്റ് മൈ എൻഡ് ഇസ് ടെറിബിൾ. ഇനി നമ്മുടെ കഥ പറയും. നമ്മൾ ഇനി എന്താണ് മെയിൻ കണ്ടന്റിലേക്ക് വരും. നമ്മളെന്താണ് നമ്മുടെ റെന്റഡ് റൂമിൽ ലൈഫിനെ പറ്റി പറയാം. ഓക്കെ, ഹിയർ മൈ എവറിത്തിങ് ഇസ് വെരി ടെറിബിൾ. ഓക്കെ, ആസ് യു നോ ഐ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ മെഡിക്കൽ പ്രാക്ടീസ്, സോ മൈ ഏർണിംഗ്സ് ആർ ലിറ്റിൽ മീഗർ. ഓക്കെ, മിയാഗർ അല്ല മീഗർ എന്ന് പറയും. ഇവിടെ കാണാലോ ആ വാക്ക്. ഓക്കെ, അപ്പൊ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സേവ് മച്ച്, സോ ഓൾ ഐ കുഡ് അഫോർഡ് വിത്ത് മൈ 1000 rupees സാലറിയുള്ള സ്മോൾ റെന്റഡ് റൂം. ത്രൂ ദ റൂം എന്താണ്, യു ക്യാൻ സീ ലക്ഷറിയസ് ഫെസിലിറ്റി, ലാക്സ് ലക്ഷറിയസ് ഫെസിലിറ്റീസ്, നെവർ ഇൻ മൈ വൈൽഡ്നസ്. ഇങ്ങനെ സങ്കടം പറയും. ഓക്കെ, ഇനി കുറച്ചുകൂടി സങ്കടങ്ങൾ പറയാം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഹോമിയോപ്പത്തിനെ പറ്റി എന്തൊക്കെ അറിയാം. ഐ ജസ്റ്റ് ഹാവ് 60 rupees, മൈ സൂട്ട് കേസ്, ബ്ലാ ബ്ലി ബ്ലൂ 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 ബ്ലൂ. ഇനി അവസാനം നമുക്ക് നോക്കാം. ഓക്കെ, ഐ മേ നോട്ട് ബി ഏബിൾ ടു റീഡ്. ആയിക്കോട്ടെ, ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ സ്ട്രെസ്സിങ് മീ ഔട്ട്, ഐ നീഡ് ടു ഫൈൻഡ് എ വേ ഔട്ട്. ഇന്ന് നോക്കിയേ, പ്ലീസ് ഡു ഫൈൻഡ് ദ ടൈം ടു റൈറ്റ് മീ. ഇതെന്താണ് പറയുന്നത്, തിരിച്ച് റിപ്ലൈ ഒക്കെ തരണം, മറുപടി തരണം, നമ്മൾ അവരെ പറ്റിയിട്ട്. ഓക്കെ, പ്ലീസ് ഡു ഫൈൻഡ് ദ ടൈം ടു റൈറ്റ് ടു മീ. ഓക്കെ, തിരിച്ചെഴുതണം. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം, എല്ലാവരോടും, വീട്ടിലുള്ള എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, യോർസ് ലവിംഗ്ലി റസ്കിൻ. ഓക്കെ, ആരാണ് നമ്മുടെ ഹോമിയോപാത്തിന്റെ പേര് എഴുതുക, റസ്കിൻ എഴുതുക, അത്രയോട് കഴിയും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നോക്കിയാൽ ഇവിടെ ഗ്രീറ്റ് ചെയ്തു, പിന്നെ മെയിൻ കണ്ടന്റ് പറഞ്ഞു. ഇത്രയും വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവസാനം എന്താണ്, നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് അന്വേഷണം പറയണം, സ്നേഹത്തോടെ പറയണം, ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് നല്ല ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഒരു പെട്ടിയും കൂടി വരച്ചോ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയിൽ ആ ഫൈറ്റിനെ പറ്റി അരുണിന് ഒരു ലെറ്റർ എഴുതും നമ്മൾ, സെയിം സംഭവം. ഓക്കെ, ഞാൻ അവിടെ ഒരു പെട്ടി വരച്ചുതരാം.
നല്ല ബ്യൂട്ടിഫുൾ പെട്ടിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വായിച്ച് പഠിക്കാൻ പറ്റും. സെയിം സ്ട്രക്ചർ ആണ്. ഓക്കെ, നോക്കിയേ, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ഡേ. കണ്ടോ, ആദ്യം അന്വേഷിക്കുന്നു, അവസാനം നോക്കിയേ മൈ റിഗാർഡ്സ് ടു ഓൾ. നോക്കിയേ ഇവിടെ മൈ റിഗാർഡ്സ് ടു ഓൾ എന്ന് പറയുന്നു. അതൊക്കെ എന്താണ്, നല്ല സൈൻസ് ഓഫ് എ ഗുഡ് ലെറ്റർ. ഇതും വേറെ AJ ക്രോണിൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡിന് 6 മാർക്ക് ചോദ്യം. കുറെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഫീസ് 4000 രൂപയാണ്. ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പൊ നമ്മൾ ഇൻഫോർമൽ ലെറ്റർ കുറെ എക്സാമ്പിൾസ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിടക്കാം. പക്ഷെ അതിന് മുമ്പ് ഫോർമൽ ലെറ്റേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. ഫോർമൽ ലെറ്റർ നമ്മൾ ഇപ്പോൾ എന്താണ് ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഒഫീഷ്യൽ പർപ്പസ് ഉള്ളി സച്ച് എസ് റൈറ്റിംഗ് മാനേജർ, പ്രിൻസിപ്പൽ, കോളേജ്, പോലീസ് അല്ലെങ്കിൽ എഡിറ്റർ എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർമൽ ലെറ്ററിൽ ചെയ്യാം. ഇനി ലെറ്റർ ടു ദി എഡിറ്റർ ആണ് നിങ്ങൾക്ക് 99% വരിക, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിന് എഴുതേണ്ട ലെറ്റർ. അപ്പൊ നോക്കിയേ, ഞാൻ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫോർമൽ ലെറ്റർ നമ്മൾ എന്തിനാണ് എഡിറ്ററിന് എഴുതുക, പത്രത്തിന്റെ എഡിറ്ററിന് എന്തിനാ എഴുതുക? എന്തെങ്കിലും പ്രശ്നം നാട്ടുകാർ അറിയണം, അല്ലെങ്കിൽ നാട്ടുകാർ അറിഞ്ഞ് അതിനെന്തെങ്കിലും ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആക്ഷൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്രത്തിന്റെ എഡിറ്ററിന് അയക്കും. എഡിറ്റർ അത് പബ്ലിഷ് ചെയ്യും എഡിറ്റോറിയൽ കോളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. അപ്പോൾ എന്താണ്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റർ ടു ദി എഡിറ്റർ എഴുതുക. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യം തന്നെ നോക്കേണ്ട ഐഡിയൽ ലെറ്റർ ടു ദി എഡിറ്റർ. ഒരു നല്ല ലെറ്ററിൽ എന്താണ്, ഗ്രാബ് ദ റീഡേഴ്സ് അറ്റൻഷൻ. എഡിറ്ററിന് എല്ലാ ദിവസവും 1000 കണക്കിന് ലെറ്റർ വരും. അപ്പൊ നോക്കണമെങ്കിൽ ഒരു ലെറ്റർ നമ്മുടെ ശ്രദ്ധയിൽ പെടണമെങ്കിൽ ഷോർട്ട് ആയിരിക്കണം. കുറെ നീണ്ട് 10 പേജ് എഴുതിയാൽ അയാൾ അപ്പം തന്നെ വലിച്ചറിയും. ഒരു പേജിൽ കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ആ പ്രശ്നങ്ങൾ പറയണം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും വേണം. എന്താണ് ആ വായിക്കുന്ന ആൾ പെട്ടെന്ന് നോക്കണം. ഓക്കെ, എക്സ്പ്ലെയിൻ ബൈ ദ ടോപ്പിക് ഓർ ഇഷ്യൂ അറ്റ് ദ സ്റ്റാർട്ട്. ഓക്കെ, ആദ്യം തന്നെ ഇവരോട് സുഖമാണ്, അന്വേഷണം ഒന്നും പറയണ്ട. നിങ്ങൾ ആദ്യം തന്നെ എന്താണ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ ഇഷ്യൂ. ഈ പ്രശ്നം കാരണമാണ് എഴുതുന്നത്, അത് പറയാം. ഓക്കെ, എക്സ്പ്ലെയിൻ വൈ ദ ഇഷ്യൂ ഇസ് ഇമ്പോർട്ടൻറ്റ്. ലോകത്ത് കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് മണമുള്ളത് വലിയ പ്രശ്നമാണോ? ആണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെ ആൾക്കാർ സഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ പറയണം. ഇനി നോക്കിയാൽ സ്റ്റേറ്റ് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത്, ആരാണ് എന്ത് ചെയ്യണം, എങ്ങനെ ശരിയാക്കുക എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. ബി ബ്രീഫ്, വളരെ ചെറുതായിട്ട് എഴുതുക, ഒട്ടും ലെങ്ത് കൂട്ടരുത്. എക്സ്പ്രസ് ദ റൈറ്റേഴ്സ് ഹോപ്പ് ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. അപ്പൊ അവസാനം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എസ്റ്റെയിം പബ്ലിക്കേഷനിലെ കോളത്തിൽ ഇത് വന്നാൽ ഇത് ശരിയാവും എന്നുള്ള ഹോപ്പ് നമ്മൾ പ്രകടിപ്പിക്കണം. കുറച്ച് നമ്മൾ അവരെ പൊക്കും വേണം, കാരണം ഇവർ വലിയ എഡിറ്റർ അല്ലേ, അവരെ പബ്ലിഷ് ചെയ്യണ കുറച്ച് സോപ്പൊക്കെ ഇടണം. ഓക്കെ, ഓവർ സോപ്പ് ഇടണം, യു ആർ ദ ബെസ്റ്റ് എന്നൊന്നും പറയരുത്. ഓക്കെ, അപ്പൊ ഫോർമൽ ലെറ്ററിന്റെ ഞാൻ നിങ്ങൾക്ക് ഇതാ ഫോർമാറ്റ് കാണിച്ചു തരാം. ഇവിടെ എല്ലാം സെയിം ആണ്, എക്സെപ്റ്റ് എന്താണ്, ഇവിടെ 2-3 വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഫ്രം അഡ്രസ്, സെൻഡേഴ്സ് അഡ്രസ് ഫ്രം അഡ്രസ് സെയിം. ലീവ് ചെയ്യാ ലൈൻ ഡേറ്റ് ചെയ്ത, ഡേറ്റും കഴിഞ്ഞു. ഇനി ഒരു ലൈൻ ലീവ് ചെയ്യുക, റിസീവേഴ്സ് അഡ്രസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു എഡിറ്ററിന് എഴുതുമ്പോൾ ദി എഡിറ്റർ, ന്യൂസ് പേപ്പർ നെയിം, നിങ്ങൾ എന്താണ് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളിനാണെങ്കിൽ ദി പ്രിൻസിപ്പൽ, അവരുടെ പേരല്ല മിസ്റ്റർ രാമമൂർത്തി എന്നല്ല എഴുതാം, ദി എഡിറ്റർ അല്ലെ ദി പ്രിൻസിപ്പൽ അങ്ങനെ എഴുതാം. എന്നിട്ട് ഏതാണ്, ഇപ്പൊ നമ്മുടെ സ്കൂളിലെ പേരാണെങ്കിൽ GHSS മലപ്പുറന്നോ കോഴിക്കോടെന്നോ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ ആണെങ്കിൽ ദ ഹിന്ദു അല്ലെ മലയാളം മനോരമ ബാംഗ്ലൂർ അല്ലെ കേരള അല്ലെ ട്രിവാൻഡ്രം എന്ന് കൊടുക്കാം. ഇനി ഒരു സബ്ജക്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ 4-5 വാക്കിൽ നിങ്ങളുടെ പ്രശ്നം പറയുന്നു. ഓക്കെ, നിങ്ങൾ there is potholes in the opposite side of my road എന്നൊന്നും പറയണ്ട. potholes in our locality, എന്താ ഡാമേജ് റോഡ്സ് നിയർ ഇൻ ആർ സൊസൈറ്റി. കണ്ടോ, കുറച്ച് വാക്കുകളിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. ഓക്കെ, മലേറിയ സ്പ്രെഡിങ് ഇൻ ആർ ലൊക്കാലിറ്റി, അങ്ങനെ പറഞ്ഞിട്ട് ആ വാക്കുകളിൽ അപ്പൊ ഇയാൾക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്താ സംഭവം. ഓക്കെ, കൊറോണ വാക്സിൻസ് നോട്ട് റിസീവ്ഡ്, അല്ലെങ്കിൽ എന്താണ് ഫേക്ക് വാക്സിൻസ് ബീൻ സോൾഡ്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് കുറച്ച് വാക്കുകൾ പറയാം. പിന്നെ സർ അല്ലെങ്കിൽ മാം, അല്ലെ ഡിയർ സർ, ഡിയർ മാം. നിങ്ങളോട് പറയാണ് ഒരു ആണാണ് അല്ലെ പെണ്ണാണ് നിങ്ങൾക്ക് പ്രിൻസിപ്പൾ അറിയെങ്കിൽ നിങ്ങൾ എന്താ ഡിയർ മാം അല്ലെ ഡിയർ സർ എന്ന് മാത്രം കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ഓക്കെ, ഇവിടെ ഇൻട്രൊഡക്ഷൻ ചെയ്യണം. നിങ്ങൾ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്, ഈ ലെറ്ററിൽ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു ബിക്കോസ് ഓഫ് സോ ആൻഡ് സോ ഇഷ്യൂ. ഈ പ്രശ്നം കാരണമാണ്, ഇവിടെ റോഡ് ശരിയല്ല, ഇവിടെ പ്രശ്നങ്ങളാണ്, ആൾക്കാർ റോബറി കൂടുന്നുണ്ട്, ആ കാര്യം പറയാം. ഇനി മെയിൻ ബോഡിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. 3-4 ലൈൻ മതി, അതിൽ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. എന്തുകൊണ്ടാണ് ഇവിടെ റോബറി കൂടുന്നുണ്ട്, ആൾക്കാർക്ക് പേടിയാവുന്നു, പ്രശ്നമാവുന്നു, മോഷണം നടക്കുന്നു, ഇനിയും കൂടിക്കൊണ്ടിരിക്കുക, പോലീസ് ഒന്നും ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി കൺക്ലൂഷനിൽ ഇത് നിങ്ങളുടെ പബ്ലിക്കേഷൻ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ വന്നാൽ വളരെ ഉപകാരപ്പെടും. ആൻഡ് അതോറിറ്റീസ്, പോലീസോ ഗവൺമെന്റോ എന്തെങ്കിലും ആക്ഷൻ എടുക്കും. അങ്ങനെ ഒരു താങ്ക് യു കൂടി പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ പറയാം, നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം, റെസൊല്യൂഷൻ പറയാം, ആൻഡ് അവസാനം നിങ്ങളുടെ പബ്ലിക്കേഷൻ ഇത് വരുന്നുള്ള ഹോപ്പ് പ്രകടിപ്പിക്കുക. പിന്നെ യോർ സിൻസിയർലി അഥവാ യോർ ഫെയ്ത്ത്ഫുള്ളി ആണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ,
യോർസ് ഫേസ്ഫുള്ളി അല്ലെങ്കിൽ യോർ സിൻസിയർലി നിങ്ങളുടെ പേരും സൈനും കൊടുക്കുക. വേറെ ഒരു വ്യത്യാസമില്ല. ഇവിടെ സബ്ജക്ട് ലൈൻ ഉണ്ട്, ഇതും സല്യൂട്ടേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും സ്ഥലം മാറിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് കാര്യം. പിന്നെ ടു അഡ്രസ് വരും, പിന്നെ നമ്മുടെ സ്ട്രക്ചർ മാറും, പിന്നെ യോർ സിൻസിയർലി അല്ലെ ഫെയ്ത്ത്ഫുള്ളി എന്നാണ് അവസാനം കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് വ്യത്യാസം. വാക്കുകൾ കുറച്ചുകൂടി വൃത്തിയായിരിക്കണം. നിങ്ങൾ അവരെ പറ്റി അന്വേഷിക്കേണ്ട, കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട. ഓക്കെ, ഇതാണ് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സംഭവങ്ങൾ. ഇനി ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ടിപ്സും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി കുറച്ച് കോമൺ ഇൻട്രോസും കൺക്ലൂഷൻ ലൈൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് സോപ്പിടാൻ വേണ്ടി അടിപൊളി ഇംഗ്ലീഷ് ലൈൻസ് ആട്ടോ. Through the columns of a widely circulated newspaper, I would like to draw the attention of the authorities. ഏത് അതോറിറ്റീസ്? ഇപ്പോൾ റോഡ് കമ്പനി ആണെങ്കിൽ എന്തെങ്കിലും റോഡ് കമ്മീഷനോ ആരെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ടു ദ ബർഡൻ ഓഫ് ദി ഹെവി ബാഗ്സ് ദാറ്റ് ദി യങ് ചിൽഡ്രൻ ക്യാരി ടു സ്കൂൾ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ലൈൻ അതേപടി കോപ്പി അടിക്കാം, അവസാനത്തെ ഇഷ്യൂ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, therefore I request you to highlight this issue in your esteemed publications and generate public interest. ഓക്കെ, ഇതൊക്കെ നല്ല ലൈൻസ് ആണ്. അപ്പൊ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പണിംഗ് ഫ്രേസ് ഫോർ എന്താണ് ഫോർമൽ ലെറ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൺക്ലൂഡിംഗ് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട്. അവസാനം എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടതെന്ന് കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ നിങ്ങൾക്ക് ലെറ്റർ മൊത്തം കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഇപ്പൊ നമ്മുടെ സത്യജിത് റേ, ഓക്കെ, നിങ്ങൾക്ക് പൊതുവേ വരാറില്ല, പക്ഷെ സത്യജിത് റേ നമ്മളെന്താണ് ആർക്കോ വേണ്ടിയിട്ട് എന്താണ് പ്രൊട്ടക്ടിങ് ഒരു ടൈഗറിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളൊരു ഭാരത് സർക്കസിന് അയക്കുക കേട്ടോ ലെറ്റർ. അപ്പൊ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ട്രയാങ്കിളും കൂടി വരയ്ക്കട്ടെ, എനിക്ക് സമാധാനം. ഓക്കെ, അവിടെ ഫോൾഡ് ആയി അല്ലേ, പക്ഷെ ഫോൾഡ് ഇങ്ങോട്ട് വരണം. ഓക്കെ, ഇപ്പൊ ഫോൾഡ് ആയി. ഓക്കെ, അത് കിട്ടിയല്ലോ, റെഡി, ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം തന്നെ എന്താണ് ഫ്രോം അഡ്രസ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ടു ഉണ്ട്, ദ മാനേജർ ടു അഡ്രസ് സർ അല്ലെ ഡിയർ സർ അല്ലെ റെസ്പെക്ടഡ് സർ, സബ്ജക്ട് കൊടുക്കുന്നു. പ്രൊവൈഡിങ് എ ടൈഗർ ഫോർ ഷൂട്ട്. അല്ലാണ്ട് എന്താണ് ഐ എം മേക്കിംഗ് എ മൂവി ബേസ്ഡ് ഓൺ ടൈഗർ, പ്ലീസ് സെൻഡ് മീ എ ടൈഗർ, ഐ നീഡ് എ ടൈഗർ എന്ന് മൊത്തം ഒന്നും പറയണ്ട, 4-5 വാക്കിൽ പറയാം. ഓക്കെ, നോക്കി, വി ആർ എൻഗേജ് ഇൻ പ്രൊഡ്യൂസിങ് എ ന്യൂ ഫിലിം. കറക്റ്റ് പോയിന്റിലേക്ക് വരുന്നു അല്ലേ. എന്താണ് ഗൂപ്പി ഗൈനെ ഭാഗബൈനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഷൂട്ടിംഗ് സൈറ്റ് ഇസ് ഇൻ ദ ഷിയൂരി ബിർബൂം ആൻഡ് ഇൻ ദ ഡോമിനന്റ് സ്റ്റോറി ദ ടൈഗർ പ്ലേസ് എ ഡോമിനന്റ് റോൾ. വി ലേൺ ദാറ്റ് യുവർ കമ്പനി ഈസ് ഹോൾഡിംഗ് ഷോസ് ബ്ലാ ബ്ലൂ 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 ബ്ലൂ. അപ്പൊ അങ്ങനെയാണ് തരണം, പ്ലീസ് ഹോപ്പ് യു കോപ്പറേറ്റ് യുവർ ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞു. പോയിന്റിലേക്ക് വരുന്ന കാര്യങ്ങൾ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഫോർമൽ ലെറ്റർ വളരെ ഷോർട്ട് ആയിരിക്കും. ഓക്കെ, വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ എന്താണ് ഇവിടെ ഒരു പാരഗ്രാഫിന്റെ ആവശ്യമുള്ളൂ. വലിയ സോഷ്യൽ ഇഷ്യൂവിനെ പറ്റി ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററിനാണ് ന്യൂസ് പേപ്പറിലാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ. ഇനി ഞാൻ എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇനി നമുക്ക് PYQസിലേക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ജോബ് ഇന്റർവ്യൂ അല്ലെ CV-ന്റെ എക്സാമ്പിളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ, പക്ഷേ ഇത് നിങ്ങളുടെ +1 +2 ആവശ്യമില്ല, അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് പറഞ്ഞ നീറ്റ് അല്ലെങ്കിൽ കീം എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് മൊത്തം ഒരു വർഷത്തേക്ക് 6000 രൂപ. അതിനും അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ പബ്ലിക് എക്സാം എഴുതുന്ന ആളാണെങ്കിൽ ഇതും ഉയരെ ബാച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ +1 ബാച്ചും ഈ ബാച്ചും അഗ്നി ബാച്ചും ഇതും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യണം വേണ്ട. ഇതിൽ പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് എല്ലാം കൂടി ഉണ്ടാവും. പബ്ലിക് എക്സാം പ്ലസ് നിങ്ങളുടെ +1 നീറ്റിനും കീമിനുള്ള കാര്യം മൊത്തം ഉണ്ടാവും. മൊത്തം ഫീസ് വരുന്നത് 6000 റുപ്പീസ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കുറെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് PYQs കുറെ വെച്ചിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് ഇൻഫോർമൽ ലെറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അത് നോക്കി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ കുറെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ആ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ കുറെ ഇവിടെ ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്കൊരു ലെറ്റർ എഴുതാണെങ്കിൽ, ഓക്കെ, എനിക്കൊരു ലെറ്റർ എഴുതാണ്. ഇപ്പൊ തന്നെ ഞാൻ പറയാണ് ലവ് ലെറ്റർ എഴുതരുത്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു ലെറ്റർ എഴുതാണ്, എന്തായിരിക്കും അത്? ഇൻഫോർമൽ ആയിരിക്കും. അതിന്റെ ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ കമന്റ്സിൽ ഒരു ഷോർട്ട് ലെറ്റർ, കണ്ടന്റ് വളരെ ചെറുത് മതി, പക്ഷെ എന്നോട് അന്വേഷണം ചോദിക്കണം. പിന്നെ എന്താണ് ഒരു എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു കഥ പറയാം, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് പറയാം. ആൻഡ് എന്നോട് തിരിച്ച് എഴുതാൻ പറയണം, തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പറയണം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സൈനിങ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു ലെറ്റർ എല്ലാവരും കമന്റ്സിൽ ഇടുക. അത് എനിക്ക് കാണണം. ആൻഡ് ഞാൻ പറ്റുകയാണെങ്കിൽ റിപ്ലൈയും കൂടി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും എനിക്കൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുക. ആൻഡ് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ടീച്ചേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഇംഗ്ലീഷ് എക്സാം. എല്ലാ ദിവസവും 7:30 ലൈവിന് വരിക. ഈ സ്ലൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.